നമസ്കാരം, ധനുഷ് സ്പേസ് ലിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷ ജൂലൈ മാസം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജൂലൈ മാസം ഏതൊക്കെ എക്സാമിനേഷൻ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞതാണ്, ഏതൊക്കെ എക്സാമിനേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രത്യേകത നോക്കി പോകാം അല്ലേ. പ്രത്യേകതയുണ്ട്, ജൂലൈ മാസം നടക്കുന്ന നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷൻ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ LDSും LDCയും LGSും ഒക്കെ പ്രിലിംസ് എക്സാം നമുക്കുണ്ട്. അതിനൊക്കെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഹോൾ ടിക്കറ്റ് വന്നെങ്കിലല്ലേ അറിയാൻ പറ്റും പ്രത്യേകത. പക്ഷെ നമുക്ക് അതിന് മുമ്പ് ഇവിടെ നമുക്ക് പ്രത്യേകത അറിയാൻ പറ്റും. അപ്പോൾ നോക്കാം എക്സാമുകൾ കേട്ടോ. അപ്പോൾ 1-ാം തീയതി ജൂലൈ 1-നുള്ള എക്സാമാണ് പിയൂൺ വാച്ച്മാൻ ബൈ ട്രാൻസ്ഫർ എക്സാമാണത്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ഗാർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അല്ലേ, DR ആണത്. ഗാർഡിൻ്റെ എക്സാമും കേരള സെറാമിക്സ് ലിമിറ്റഡ് ആണ്. സ്റ്റേറ്റ് 1-ാം തീയതിയാണ് പരീക്ഷ. ജൂലൈ 1-നാണ് പരീക്ഷ. ഓക്കെ, ജൂലൈ 1-നാണ് പരീക്ഷ. ഓക്കെ, 3506 പേരുണ്ട് പരീക്ഷയ്ക്ക് ഗാർഡ് എന്നൊരു എക്സാം. അടുത്തത് ലാസ്റ്റ് ഗേറ്റ് സർവൻസ് എക്സ് സർവീസ് മാൻ്റെയാണ് പരീക്ഷ അല്ലേ, സൈനിക വെൽഫെയറിൻ്റെ. അത് 98 അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ 1-ാം തീയതിയാണ് പരീക്ഷ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പിയൂണും ഗാർഡ് ലാസ്റ്റ് ഗേറ്റ് സർവൻറ്റ് എക്സ് സർവീസ് മാൻ്റത് 1-ാം തീയതിയാണ് പരീക്ഷ. ജൂലൈ 1-നാണ് പരീക്ഷ. 100 മാർക്കിൻ്റെ OMR എക്സാം. വീണ്ടുമുള്ള ലാസ്റ്റ് ഗേറ്റ് സർവൻസിൻ്റെ പല ജില്ലകളിലേക്കും പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, കോഴിക്കോട്, തൃശ്ശൂർ അല്ലേ വരുന്നു. അപ്പോൾ അടുത്തത് കണ്ടില്ലേ, എക്സാം ക്യാൻസൽഡ് ആസ് നൺ ഓഫ് ദി കാൻഡിഡേറ്റ്സ് സബ്മിറ്റഡ് കൺഫർമേഷൻ ഫോർ ദി പോസ്റ്റ് അല്ലേ. അതായത് ഈ കോഴിക്കോട് ജില്ലയിൽ അവിടെ എന്താ കൺഫർമേഷൻ കൊടുത്തില്ല, അതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയെന്നല്ലേ പറയുന്നത്. അപ്പം കൺഫർമേഷൻ കൊടുക്കണം എല്ലാവരും. അപ്പോൾ നെക്സ്റ്റ് എക്സാം നമുക്ക് നോക്കാം. ലാസ്റ്റ് ഗേറ്റ് സർവൻറ്റ് കഴിയുമ്പോൾ റിസർവ് വാച്ചർ ഡിപ്പോർട്ട് വാച്ചറിൻ്റെ എക്സാം ഉണ്ട് ഫോറസ്റ്റിലേക്കുള്ള. അത് 1-ാം തീയതിയാണ് എക്സാം. സെക്യൂരിറ്റി ഗാർഡിൻ്റെതും 1-ാം തീയതിയാണ് എക്സാം. 608 ആയ NCA ഈഴവയുടേത് 1-ാം തീയതിയാണ് എക്സാം. 616/2025 സെക്യൂരിറ്റി ഗാർഡിൻ്റെതും 1-ാം തീയതിയാണ് എക്സാം. അപ്പോൾ കാറ്റഗറി നമ്പറും അതിൻ്റെ പോസ്റ്റും കൂടെ നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചേക്കണം. എക്സാം ഡേറ്റും അറിഞ്ഞല്ലോ, 1-ാം തീയതിയാണെന്നുള്ള അറിഞ്ഞു. അപ്പോൾ അതിനടുത്തുള്ളത് 743/25 സെക്യൂരിറ്റി ഗാർഡിൻ്റെ എക്സാമാണത്. അതും 1-ാം തീയതിയാണ്. ഓക്കെ, പിന്നെ ഗാർഡിൻ്റെ എക്സാം 1-ാം തീയതി ഉള്ളതാണ്. അത് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കിയാൽ മതി, ഏത് ഗാർഡിൻ്റെ എക്സാം ആണെന്നുള്ളത് കാറ്റഗറി നമ്പർ നോക്കിയാൽ മതി. 749/25 ഏത് സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഗാർഡ് എന്നുള്ളത്. അപ്പോൾ അതിനാണ് പറയുന്നത് ഈ നമ്മൾ അതിൻ്റെ കാറ്റഗറി നമ്പറും എക്സാം അതിൻ്റെ പേരും എഴുതി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ എക്സാം ഡേറ്റ് വരുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് 755/25 ലാസ്റ്റ് ഗേറ്റ് സർവൻസ് എക്സ് സർവീസിൻ്റെയാണ് ഇല്ലേ. അത് വരുന്നത് പല ജില്ലകളിലെ എക്സാം ഡേറ്റ് നടക്കുന്നു. 1/7-നാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ അവരുടെ എക്സാം ഡേറ്റ് സമയം കണ്ടില്ലേ, സമയം എത്രയാണ്? 7 AM മുതൽ 8:50 വരെയാണ് സമയം. എക്സ് സർവീസ്മാർ കേട്ടോ. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ നോക്കുക. സമയം 7 മണി ടു 8:50 സമയം പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ഗേറ്റ് സർവൻറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബിൻ്റെ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, 792 പിന്നെ എത്ര 92 അല്ലേ. 792/25 എക്സാമാണ് എന്ത്, 7 മണിക്കുള്ള എക്സാം. മറന്നു പോവല്ലോ, 7 മണിക്കുള്ള എക്സാം അല്ലേ. എക്സാം ഡേറ്റ് നോക്കുക ഏതാണത്. എക്സാം ഡേറ്റ് 1/7 അല്ലേ. എക്സാം ഡേറ്റ് 1/7 ഉറപ്പാക്കിയല്ലോ. അപ്പം മറക്കല്ല. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം അല്ലേ. 1/7 ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. സമയം മറക്കരുതാരും. ഇനിയുള്ളത് എക്സ് സർവീസ്മെൻ്റെ എക്സാമാണത്. 1/7 തന്നെ ഉണ്ട്. 1/7 പല എക്സാമുകൾ, കുറേയധികം എക്സാമുണ്ട്. ലാസ്റ്റ് ഗേറ്റ് സർവൻസ് ആണ് അടുത്തത്. 4/7 വരുന്ന എക്സാം, 4-ാം തീയതി ഉള്ള എക്സാം. ജൂലൈ 4 നടക്കുന്ന എക്സാം ഏതാണ്? വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഉണ്ട് അല്ലേ. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ആണ് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ തസ്തികയുടേത്. 4-ാം തീയതി. അത് 1:30 to 3:20 നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത്, സാധാ പോലെയുള്ളത്. നെക്സ്റ്റ് എക്സാം ഒരെണ്ണം ഏതാണ്? അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്ടറിൻ്റെ ആണ്. 8-ാം തീയതിയാണ് എക്സാം ഉള്ളത്. കെമിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഉള്ളത് 9 സമയത്ത് വരുന്നുണ്ട്. മറ്റൊരു പരീക്ഷ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഗേറ്റ് സർവൻസിൻ്റെ എക്സാം ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് 423/2025 പ്രിലിംസ് എക്സാം അല്ലേ തുടങ്ങുന്നു. അവിടെ എക്സാം പ്രിലിംസ് എക്സാം തുടങ്ങുന്നു. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം, അറിയാമല്ലോ. ഇനി അത് 18/7 നമുക്ക് വരിക. ഹോൾ ടിക്കറ്റ് വന്ന് തുടങ്ങിയിട്ടില്ലല്ലോ ആർക്കും തന്നെ. അപ്പോൾ എക്സാം ഡേറ്റ് 18/7/2026
എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. സ്റ്റേജ് 1 10 AM ടു 11:35 AM ആണ്. സ്റ്റേജ് 2 1:30 ടു 3:05 PM. കണ്ടില്ലേ എക്സാം അല്ലേ? ഹോൾ ടിക്കറ്റ് 4-ാം തീയതി നമുക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ മനസ്സിലായല്ലോ, 423/2025 ആണ് ആ ദിവസത്തെ എക്സാം. അടുത്ത എക്സാം നോക്കാം. ഏതാണ്? 618 സ്റ്റോർമാൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് പ്രിലിംസ് എക്സാമിനേഷനാണ്. അതും 18-ാം തീയതി തന്നെയാണ്. 619 ലോവർ ഡിവിഷൻ ക്ലർക്ക് പ്രിലിംസ് എക്സാമിനേഷൻ സ്റ്റേറ്റ് വൈഡ് എക്സാം, അതും 18-ാം തീയതി തന്നെയാണ്. കാണുന്നുണ്ടല്ലോ. പിന്നുള്ളത് LDC തന്നെ ബൈ ട്രാൻസ്ഫറിൻ്റെ പോട്ടെ, അതും 18-ാം തീയതിയാണ്. അതും പ്രിലിംസ് എക്സാമിനേഷൻ 18-ാം തീയതിയാണ്. അപ്പോൾ ഇതെല്ലാ എക്സാമുകളും 18-ാം തീയതി വരുന്ന എക്സാമാണ്. 3 സ്റ്റോർ കീപ്പർ, LDCയുടേതും LGSും വരുന്നുണ്ട് അല്ലേ? സമയം നോക്കിക്കോളൂ. സ്റ്റേജ് 1 അല്ലേ? സ്റ്റേജ് 1 18-ാം തീയതി എക്സാമിൻ്റെ പ്രത്യേകത അതുതന്നെയാണ്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേജ് 1 10 ടു 11:35, സ്റ്റേജ് 2 11 ടു 3:05 PM. കണ്ടില്ലേ? എല്ലാത്തിനും 1 മണിക്കൂർ 15 മിനിറ്റ് തന്നെയാണ് എക്സാം എന്നുള്ളത്. ഓക്കെ, സിലബസൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സാമാണ് കോമൺ ടെസ്റ്റ്. കാർപ്പൻറ്റർ മുതലുള്ള കോമൺ ടെസ്റ്റിൽ 52 ടു 55 പറഞ്ഞ കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ ഓർത്ത് വെച്ചൊക്കെ LDCയും സ്റ്റോർമാൻ്റെതും അല്ലേ, ലാസ്റ്റ് ഗേറ്റ് സർവൻസും കാറ്റഗറി നമ്പർ നിങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെയാണ് 423/25, 423 618, 619, 620. ഇത്രയും കാറ്റഗറി നമ്പർക്ക് ഒറ്റ ദിവസമാണ് പരീക്ഷ. 2 സമയങ്ങളിലാക്കി നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുമ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഉണ്ട് അല്ല, 22-ാം തീയതി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഉണ്ട്, പരീക്ഷയുണ്ട്. സെർഗീൻ്റെ പരീക്ഷ 25-ാം തീയതി ഉണ്ട്. പലരും അപേക്ഷിച്ചിട്ടുള്ള പരീക്ഷയാണ് അല്ലേ. അതിന് ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഉണ്ട്, ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൻ്റെ 207 ഉണ്ട്, 83-ൻ്റെയും ഉണ്ട് കേട്ടോ. രണ്ടും ഒരേ ദിവസം 25-ാം തീയതി തന്നെയാണ് പരീക്ഷ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. സെർജീൻ്റെ പരീക്ഷ അതും കുറേയധികം പേര് അയക്കുന്ന പരീക്ഷകൾ തന്നെയാണ്. 25-ാം തീയതിയാണ് പരീക്ഷ. പല ജില്ലകളിലേക്കും അന്ന് തന്നെയാണ് പരീക്ഷ. ഓക്കെ, കാറ്റഗറി നമ്പർ വ്യത്യാസപ്പെടുന്നുണ്ട്. അവനവൻ്റെ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ ഹോൾ ടിക്കറ്റ് അതിൻ്റെ വരുമ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അസിസ്റ്റൻ്റ് മാനേജർ എക്സാം എന്ന് പറയുമ്പോൾ 648/25 ആണ് അതിൻ്റെ എക്സാം ഡേറ്റ്. അവിടെ 25 തന്നെയാണ്. നിങ്ങൾക്ക് നോക്കാമല്ലോ അല്ലേ. സിലബസൊക്കെ നമുക്ക് ഡിലീറ്റ് എക്സാമാണ് കിടക്കുന്നത്. മറ്റൊരെണ്ണം 18-ാം തീയതി നമ്മുടെ LGSൻ്റെ ആ ഒരു മാമാങ്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പിന്നീട് വരുന്ന എക്സാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതല്ലേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആർക്കൊക്കെയാണ് സ്റ്റേജ് 1-ഉം 2-ഉം നടക്കുന്നുണ്ടെന്ന് ഓർക്കുക. 1-ഉം 2 എന്ന് പറയുമ്പോൾ അല്ലേ 10 മണിക്ക് ഒരു ബാച്ച് കഴിയുന്നു. സെക്കൻഡ് ബാച്ച് 2 എന്ന് പറയുമ്പോൾ സാധാ പോലുള്ള എക്സാം കഴിയുന്നില്ലേ. അപ്പോൾ നമ്മൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പരീക്ഷ ഓക്കെ, സമയം മറന്നു പോകരുത് ആരും. ഓക്കെ, അത്രയേ ഉള്ളൂ പറയാനകത്ത്.